പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിനെ അപേക്ഷിച്ച് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് കൂടെ കരുതേണ്ടത് കയ്യിൽ എമ്പാട് കാശല്ല, കയ്യിൽ എമ്പാട് സമയമാണ് എന്നുള്ളതാണ്. നമസ്കാരം, ഇത് Nexon.ev ആണ്. 2023 ഇപ്പോൾ പ്രൈമും മാക്സും ഒക്കെ Nexon.ev ലോങ് റേഞ്ചും മീഡിയം റേഞ്ചും ഒക്കെ ആയിട്ട് മാറി. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യേണ്ടതുണ്ട്, വിശദമായിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ Nexon.ev ഒരു ജീവിതം നമുക്കുണ്ടായിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഈയിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് ഷോർട്ട് ഡ്രൈവുകൾ ഓടിക്കാൻ പറ്റി, ലോങ് ഡ്രൈവ് പോകാൻ പറ്റി. ഞാനിത് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ EVയെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഈ ഒരു EVയുടെ മുന്നത്തെ വേർഷൻ EV ഉണ്ട്, ഒരു ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ ഒരു ഷെയറിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോയപ്പോഴും കുറച്ച് ചാലഞ്ചസ് ഉണ്ടായി, കുറച്ച് ഗുണങ്ങളുണ്ടായി. ആ ഒരു ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നിങ്ങളോട് പറയണം. അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, കാരണം വണ്ടി നടന്ന് കാണിക്കേണ്ട കാര്യമില്ല. ഇത് ആ ഒരു ലോങ് റേഞ്ചാണ്, 40.5 kWh ബാറ്ററിയുള്ള. അതിനുശേഷം ഒരു പുതിയ വേഷം കൂടി വന്നിട്ടുണ്ട്, റെഡ് ഡാർക്ക് എഡിഷൻ. അതിന് കുറച്ചും കൂടി ആ ഒരു ചാർജ് കൂടുതലുണ്ട്. പക്ഷേ എന്നാലും C75 എന്ന ആ ഒരു ചാർജിങ്ങിൻ്റെ ആ ഒരു കണക്ക്, അല്ലെങ്കിൽ ആ റേഞ്ചിൻ്റെ കണക്ക് ടാറ്റ മോട്ടോഴ്സ് പറയുന്നുണ്ട്. അത് ഈ ഒരു വണ്ടിയിൽ ബാധകമാണോ, കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സത്യത്തിൽ ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്, ആ ഒരു റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും. ഒരു പുതിയ വണ്ടി വന്നു, ആ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിന് പകരം, ആ വണ്ടി എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് പോകുന്നതിന് പകരം അത് മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം ആ ഒരു വണ്ടിയുടെ ആ ഒരു നല്ല കാര്യങ്ങളിലേക്ക് ഊന്നിയിട്ട് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് റിവ്യൂസിലുണ്ടാവുക. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ബ്രൂട്ട്ലി ഹോണസ്റ്റ് നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ ഈ ഒരു Nexon.ev എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി എന്ന് പറയുന്നത് വന്നപ്പോൾ ആ ഒരു ലോങ് റേഞ്ച് മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ 470 കിലോമീറ്ററോളം റേഞ്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആ ഒരു റേഞ്ച് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൻ്റെ ഒരു കാര്യമുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ടാറ്റ മോട്ടോഴ്സ് തന്നെ C75 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഒറിജിനൽ ആ ഒരു റേഞ്ചും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആദ്യം Nexon.ev ജീവിക്കുമ്പോൾ ഒരു യൂസർ റിവ്യൂ പോലെ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. അതിനുശേഷം മൊത്തത്തിൽ EVയുമായിട്ട് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ആദ്യം Nexonൻ്റെ ആ ഒരു നെഗറ്റീവുകളിലേക്ക് പോകട്ടോ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വളരെ വലിയ നെഗറ്റീവുകളൊന്നുമല്ല, കപ്പ് ഹോൾഡറിൻ്റെ ഒരു കുറവ് ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും യാത്രയിൽ കാപ്പിയൊക്കെ കുടിക്കുന്ന, ചൂടുള്ളൊക്കെ കുടിക്കുന്ന ആളുകളാകുമ്പോൾ ആ ഒരു ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ വെക്കാനായിട്ട് ഒരു കപ്പ് ഹോൾഡർ വേണ്ടതായിരുന്നു. Nexonൽ അതില്ല, EVയിൽ അതില്ല. പ്രത്യേകിച്ചും ആ ഒരു വയർലെസ് ചാർജിങ് പാഡ് അവിടെ വന്നപ്പോൾ ആ ഒരു കപ്പ് ഹോൾഡറിൻ്റെ സ്ഥാനമാണ് പോയത്. അതൊരു വലിയ നെഗറ്റീവാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു സ്വിച്ച് ഞങ്ങുന്ന കാര്യം, അത് വീണ്ടും പറയേണ്ട കാര്യമില്ല, എല്ലാ റിവ്യൂലും പറയുന്ന കാര്യമാണ്. ഗുണങ്ങളിലേക്ക് പോയാൽ Nexon.ev എന്ന് പറയുന്നത് ലൈഫ് സോ മച്ച് ഈസിയർ ആക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഗിയർ മാറേണ്ട, ഇലക്ട്രിക്കിൻ്റെ കാര്യമാണ്. എന്നാലും ഇതിൻ്റെ ഒരു വൺ പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് റീജൻ 3 ഇട്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കുക. കാരണം ആദ്യമൊക്കെ തിരിച്ചായിരുന്നു, റീജൻ ഇല്ലാണ്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വണ്ടി ഇങ്ങനെ ഒഴുകി പോകുന്ന കോസ്റ്റ് ചെയ്യുന്നൊരു ഫീലുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും വണ്ടി ഓടിക്കാനായിട്ട് കോൺഫിഡൻസ് തരുന്നതും, വണ്ടി ഓടിക്കാനായിട്ട് രസവും, വണ്ടി ഓടിക്കാനായിട്ട് ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ തരുന്നതൊക്കെ റീജൻ 3 ഇടുമ്പോഴാണ്. സിംഗിൾ പെഡൽ നമ്മൾ കാലെടുക്കുമ്പോൾ എഞ്ചിൻ ബ്രേക്കിംഗ് പോലെ വണ്ടി സ്ലോ ആവും. അതായത് ഈ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ റൈഡ് ക്വാളിറ്റി അല്ല. EVയുടേതായിട്ടുള്ള സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് Nexon ഉണ്ട്. ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഉള്ളപ്പോൾ ഹമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാലൊന്നും എടുത്താൽ വണ്ടി സ്ലോ ആവും, ബ്രേക്ക് ചവിടേണ്ട കാര്യമില്ലാന്നുള്ളത് വലിയ ഗുണമാണ്. അപ്പോൾ റീജൻ L3യിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. റീജൻ ഓക്കെ, അത്രേ ഉള്ളൂ Nexon.evയുടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് C75 എന്ന് പറയുന്നത് 290 മുതൽ 350 കിലോമീറ്റർ വരെയാണ്. ബേസിക്കലി ആ ഒരു റേഞ്ച് വണ്ടിക്ക് ഉണ്ട്. ഞാനിതുകൊണ്ട് കോയമ്പത്തൂർ പോയപ്പോൾ എനിക്ക് ഏറെക്കുറെ 350 കിലോമീറ്റർ റേഞ്ച് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു റേഞ്ച് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ആ ഒരു പറഞ്ഞ കാര്യം ശരിക്കും ഉള്ളതാണ് എന്നുള്ളതുണ്ട്. കാരണം 18,000 കിലോമീറ്റർ ഓടിയിട്ടൊരു വണ്ടിയാണ് ഈ ഒരു Nexon.ev പർട്ടിക്കുലർ വണ്ടി എന്നുള്ളതാണ്. അപ്പോൾ റേഞ്ച് ഉണ്ട്, അത്യാവശ്യം പവർഫുള്ളാണ്, അത്യാവശ്യം ഓടിക്കാൻ രസമുണ്ട്, അത്യാവശ്യം ഫൺ ഫാക്ടറൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഫണ്ണും റേഞ്ചും കൂടെ കിട്ടില്ല, അത് കോൺട്രഡിക്ടറി ആണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് AC ആണ്. AC ഏതൊരു ടെമ്പറേച്ചർ ഇട്ടാലും കൂളാണ്. ഫാൻ ഒന്നിലും അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പോൾ തണുപ്പ് കുറയ്ക്കാൻ AC ഓഫ് ചെയ്യാന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം AC ഓഫ് ചെയ്യുമ്പോൾ റേഞ്ച് കൂടുമെന്നുള്ള ഗുണം നമുക്ക് ഈ ഒരു വണ്ടിയിൽ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ Nexon അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്, കീപ്പിംഗ് ഇറ്റ് സൈഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളുമായിട്ട് ജീവിക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസാണ്. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സാധാരണ Nexonമായിട്ട് ഇതേ ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. അത് ആവർത്തിക്കായിരുന്നു.
ഇത് ആവർത്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിൽ ചിലപ്പോൾ ഇല്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നു, ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പോകുന്നു. എൻ്റെ വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഗണ്ണുകൾ കാലിയാണ്, നമുക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യാം. പക്ഷേ തമിഴ്നാട്ടിൽ പോയപ്പോൾ, കോയമ്പത്തൂർ പോയപ്പോൾ അത് പറ്റിയില്ല. കാരണം ഞാൻ ചെന്നിടത്തൊക്കെ ആ ഒരു വണ്ടികളുണ്ടായിരുന്നു. വണ്ടികളുള്ളപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുന്നത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയമാണ് ആ ഒരു വണ്ടി ചാർജ് ചെയ്ത് തീരുന്നവരെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്, നോട്ട് ഇനഫ് ചാർജേഴ്സ് അവൈലബിൾ. നമുക്ക് ആവശ്യത്തിനുള്ള ചാർജറുകൾ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് വീട്ടിൽ കുതിര ഓടിക്കുകയാണെങ്കിൽ ഓക്കെ, അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എന്നെപ്പോലുള്ള പുറത്തെ ചാർജറുകളെ മാത്രം ആശ്രയിച്ച് EV ഓടിക്കുന്ന ആൾക്കാർക്ക് ഇന്നും ജീവിതം ഒരിത്തിരി ഡിഫിക്കൽട്ടാണ് വിത്ത് EV എന്നുള്ളതാണ്. ഓക്കെ, കുറേ സമയം കളയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് സമയം കളയാണെങ്കിൽ അത് പ്രശ്നമാണെന്നുള്ളതാണ്. പിന്നെ ലാഭത്തിൻ്റെ കാര്യം, ലാഭം എന്ന് പറയുന്നത് മാരകമായ ലാഭം പെട്രോൾ ഡീസലുമായിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കാലത്ത് 9 മുതൽ വൈകിട്ട് 4 വരെ പല ചാർജിങ് സ്റ്റേഷനുകളുടെയും ചാർജ് എന്ന് പറയുന്നത് കുറഞ്ഞ താരിഫാണ്. 12 കണ്ടിട്ടുണ്ട്, 17 കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സോളാർ അവർ എന്ന് പറയുന്ന ഒരു അവർ തീരുമ്പോൾ ഇത് ഇരട്ടിയാവുന്നുണ്ട്. ഇപ്പോൾ സിയോണിൽ 29 വരെ കണ്ടു, ഗോയിസിൽ 24 വരെ കണ്ടു, 22, 24. ഓക്കെ, എന്തായാലും അപ്പോൾ വലിയ ലാഭമില്ല. ഇപ്പോൾ കോയമ്പത്തൂർ പോയി വന്ന ആ ഒരു കണക്കെടുത്ത് പറഞ്ഞാൽ ആസ്പെയറിൽ പോവുകയാണെങ്കിൽ ഒരു 2500 രൂപയുടെ ഡീസൽ അടിച്ചാൽ മതി. പക്ഷേ EVയിൽ എനിക്ക് 2000 രൂപയോളം ചാർജ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും 500 ലാഭമല്ലേ, ആ ഒരു ലാഭം കാര്യമല്ല. പക്ഷേ ആ ലാഭത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് സമയമാണ്. ആ ഒരു സമയത്തിൻ്റെ പ്രശ്നമാണ്. ഞാനിപ്പോൾ വണ്ടി ഒരിക്കലും 100ലേക്ക് അല്ലെങ്കിൽ 100% ചാർജ് ചെയ്യാറില്ല. 70 80 മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ആ ഒരു കാത്തിരിപ്പ് ബുദ്ധിമുട്ടാണ്. 55 മിനിറ്റിൽ ആവുന്ന ചാർജ് എത്രയോ അത് എടുത്തങ്ങ് ഓടിക്കുക ചെയ്യാം. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ച് ഞാൻ 2 വട്ടം ചെയ്തപ്പോൾ 1.5 മണിക്കൂർ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3/4 മണിക്കൂർ, ഇങ്ങോട്ട് പോകുമ്പോൾ ഏറെക്കുറെ ഒരു 3/4 മണിക്കൂർ എനിക്ക് നഷ്ടം വന്നു എന്നുള്ളതാണ് ഈ ഒരു യാത്രയിൽ. ആ നഷ്ടം എന്ന് പറയുമ്പോൾ ആ 500 രൂപയേക്കാളും ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഭീകരമാണ്. കാരണം 500 സ്പെൻഡ് ചെയ്താൽ നമുക്ക് അത്രയും നേരത്തെ എത്തും ചെയ്യാത്ത നേരത്തെ വീട്ടിലെത്താം. രാത്രി 1 മണിക്കാണ് ഞാൻ EV ആയിട്ട് എത്തിയത്. എനിക്ക് തോന്നുന്നു ആസ്പെയർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 12 മണിക്കോ 11:30ക്കോ നമ്മൾ വീട്ടിലെത്തിയേനെ. ഓക്കെ, അപ്പോൾ സമയ നഷ്ടം എന്നുള്ളത് EVയുമായിട്ട് ജീവിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ലാഭം ഇപ്പോൾ വലിയ കാര്യമായിട്ടില്ല, സ്റ്റിൽ ലാഭമുണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ EV വാങ്ങാൻ വേണ്ടി വാങ്ങല്ലോ, ഒരു പെട്രോൾ കാറിന് പകരം EV മേടിക്കുകയാണ്. അപ്പോൾ കൊടുക്കേണ്ട കാശ് എന്ന് പറയുന്നത് EVക്ക് വേണ്ടി വരുന്ന ആ ഒരു മാർജിനൽ എമൗണ്ടാണ്. ആ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. പിന്നെ വീട്ടിൽ ചാർജ് ചെയ്യുന്ന വണ്ടികൾ ഇപ്പോൾ ടിയാഗോ EV ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, ലാഭത്തിൻ്റെ കാര്യത്തിൽ ഗുണമുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജർ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാരകമായ ഒരു ലാഭം EVയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. പിന്നെ ഓടിക്കുന്നൊരു കാര്യം, വണ്ടി ഓടിക്കുമ്പോൾ വീണ്ടും ഞാൻ ആ ഒരു ഡീസൽ പെട്രോളിലേക്ക് വരാണ്. ഇപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്നു, നമുക്കൊരു മുമ്പിലൊരു ഓപ്പൺ റോഡ് കാണാണ്. നമുക്ക് ചവിട്ടി കുത്തി വണ്ടി ഓടിച്ച് ഒരിത്തിരി ഫണ്ണെടുത്ത് ഓടിക്കാൻ EVയിൽ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ റേഞ്ചിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കും. നമുക്ക് തോന്നും ചവിട്ടി ഓടിച്ചാൽ റേഞ്ച് കുറയുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിത്തിരി കൂടി സ്ലോ ഡ്രൈവറായിട്ട് മാറുമെന്നുള്ളതാണ്, ഒരിത്തിരി കൂടി സെഡേറ്റ് ഡ്രൈവറായിട്ട് മാറുന്നതാണ്, ഒരിത്തിരി കൂടി എക്കണോമിക്കലായിട്ടുള്ള ഡ്രൈവറായിട്ട് മാറുന്നതാണ്. പലയിടത്തും നമ്മൾ ആ ഒരു ഡീസൽ പെട്രോൾ വണ്ടിയിൽ ഗിയർ ഡൗൺ ചെയ്ത് റെഡ് ലൈൻ ചെയ്ത് പൊട്ടിച്ച് പോകുന്ന സമയത്ത് നമ്മളിവിടെ ഓക്കെ ലീഗൽ സ്പീഡിനേക്കാളും കുറച്ച് കൂടുതൽ ആവറേജ് എനർജി കൺസപ്ഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഒരു സ്പീഡ് പിടിച്ച് വളരെ മെല്ലെ, അല്ലെങ്കിൽ മെല്ലെ ഒന്നും പറയാൻ പറ്റില്ല, ഓക്കെ ലീഗൽ സ്പീഡിനേക്കാളും കുറച്ചും കൂടി കൂടിയ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് ചവിട്ടി പൊളിക്കാനോ ഫണ്ണെടുക്കാനോ EVയിൽ പറ്റുമായിരിക്കും. പക്ഷേ നല്ല റേഞ്ചുള്ള വണ്ടികളെ പറ്റുള്ളൂ. ആ ഒരു മിനിമൽ റേഞ്ചുള്ള വണ്ടികളിലത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അതും ഒരു ഫൺ ഫാക്ടറിനെ കൊല്ലുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് സൈലൻ്റാണ് വണ്ടി, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫീലുണ്ട്. നമുക്ക് ടയേർഡ്നെസ് ഇല്ല, ഫീലിങ്സിൽ ആ ഒരു ക്ഷീണം വരില്ല. നമ്മൾ ഓടിക്കുന്ന വണ്ടിയിൽ നല്ല ആ ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു സ്ഥലത്ത് പോയി വരാം. പിന്നെ നെക്സോണിയുടെ കാര്യം എടുത്താൽ നല്ല തിയേറ്ററിൽ കേൾക്കുന്ന പാട്ട് കേട്ട് പോയിട്ട് വരാം. കാരണം അതിൻ്റെ സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത് ഓസമാണ് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം നല്ല ഒരു സൗണ്ട് സിസ്റ്റമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു നെക്സോൺ EV എന്നുള്ളതാണ്. സ്റ്റിയറിങ് അല്ലെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ബ്രേക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. അതൊക്കെ നമ്മൾ റിവ്യൂവിൽ കവർ ചെയ്തിട്ടാണ്. റിവ്യൂവിന് ലിങ്ക് ഞാൻ ഐബട്ടണിൽ കൊടുക്കാം. EVയുമായിട്ട് ജീവിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഒരു പോയിൻ്റ് ജീവിതത്തിൽ പോയിൻ്റ് ഉണ്ട് നമ്മൾ EV ഓടിക്കുമ്പോഴുള്ള പോയിൻ്റ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആയിരിക്കും, റേഞ്ച് ആൻസൈറ്റി. ഇപ്പോൾ ആ ഒരു സംഗതി ഇല്ല കേട്ടോ. കാരണം ഞാൻ കോയമ്പത്തൂർക്ക് എത്തുമ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് ചാർജ് 27 കിലോമീറ്ററാണ്.
തിരിച്ച് ഞാൻ വാളയാർ വരെ വന്ന് ചാർജ് സ്റ്റേഷനിലെത്തുമ്പോൾ എൻ്റെ ചാർജ് 12%. ആ ഒരു 12% ചാർജ് വന്നപ്പോൾ എനിക്ക് വലിയ ആൻസൈറ്റി ഉണ്ടായില്ല. ഓക്കെ, അതിന് ഗുണമായിട്ട് ആ ഒരു MG വിൻസറിൽ ഞാൻ ആ ഒരു 3% വരെ ചാർജ് ഓടിച്ച ഒരു എക്സ്പീരിയൻസ് പറയാം. എന്നാലും വണ്ടിയുടെ AC ഒന്നും ഓഫായിട്ടില്ല, 10 താഴെ AC ഓഫ് തോന്നുന്നു, അതിൽ AC ഒന്നും ഓഫായിട്ടില്ല, കംഫർട്ടായിട്ട് പോയത്. സ്റ്റിൽ ത്രോട്ടിൽ ചവിട്ടാനുള്ള ഒരു മടി, ആ ഒരു മടി നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ആണ് എനിക്ക് തോന്നുന്നു EVയിൽ മോർ എക്കണോമിക്കൽ, മോർ ഫൺ, മോർ എന്താ പറയുക ഒരു കൺട്രോളബിൾ എന്നുള്ളതാണ്. അതായത് ഇന്ന് ഓടിക്കാനും അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ പെഡലിൽ ഓടിക്കുമ്പോൾ നമുക്ക് എഞ്ചിൻ ബ്രേക്കിൻ്റെ കാര്യം വീണ്ടും ആ ഒരു പറയേണ്ട കാര്യമില്ല, ആ ഒരു എഞ്ചിൻ ബ്രേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് തീർത്തും ഫൺ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലായിട്ട് കാണാം. അപ്പോൾ EV വാങ്ങാൻ സമയമായോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകളുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഒട്ടുക്കെ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉണ്ടായി ആ ഒരു ക്രെറ്റ എൻലൈൻ ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ 650 ചാർജിങ് സ്റ്റേഷൻ വയ്ക്കാൻ പോകുന്നതാണ്. എന്നാലും ഞാൻ പറയുന്നു, വീട്ടിൽ വണ്ടി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രം EVക്ക് വേണ്ടി ഇറങ്ങിയാൽ മതി. ഒക്കേഷണൽ ഫാസ്റ്റ് ചാർജിങ് ഈസ് ഓക്കെ. പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിനെ അപേക്ഷിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമുക്ക് കൂടെ കരുതേണ്ടത് കയ്യിൽ എമ്പാട് കാശല്ല, കയ്യിൽ എമ്പാട് സമയമാണ് എന്നുള്ളതാണ്. അതാണ് EVയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതാണ് EVയുമായിട്ടുള്ള ആ ഒരു ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. ഞാൻ ഒരു EV മേടിക്കുക വെച്ചാൽ ഇല്ല, എനിക്ക് EV മേടിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഞാനൊരു വീട് വെക്കേണ്ടി വരും, അതിനുശേഷം അതിനൊരു ചാർജിങ് ചെയ്യേണ്ടി വരും, അതിനുശേഷം സോളാർ വെക്കേണ്ടി വരും. അപ്പോൾ EV വാങ്ങിക്കാൻ എനിക്ക് കടമ്പകൾ ഏറെയാണെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.